നമസ്കാരം, എല്ലാവർക്കും കേരള അക്കാദമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇംഗ്ലീഷ് ആണ്. ഇംഗ്ലീഷിലെ ഇൻഫിനിറ്റീവ്സ് ആൻഡ് ജെറണ്ട്സ്. ഓക്കെ, സോ നമുക്ക് ആദ്യം ഇൻഫിനിറ്റീവ്സ് എന്താ നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഞാൻ പറയാണ് ഗോ, കം, റീഡ്. ഇതൊക്കെ വേർബ്സ് ആണ് അല്ലെ. ഈ വേർബ്സിന്റെ V1 ഫോം അല്ലെങ്കിൽ ഫസ്റ്റ് ഫോമിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ, ഇൻഫിനിറ്റീവ്സ് എന്ന് പറയാ. ഓക്കെ, ഗോ, കം, റീഡ് ഇതൊക്കെ ഫസ്റ്റ് ഫോം അല്ലെങ്കിൽ V1 ഫോം ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഇൻഫിനിറ്റീവ്സിന് ഞാൻ ബെയർ ഇൻഫിനിറ്റീവ്സ് അല്ലെങ്കിൽ സീറോ ഇൻഫിനിറ്റീവ്സ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ബെയർ ഇൻഫിനിറ്റീവ്സ് അല്ലെങ്കിൽ സീറോ ഇൻഫിനിറ്റീവ്സ്. ഇപ്പൊ എന്റെ ഈ ഗോ, കം, റീഡ് ഈ വേർബ്സിന്റെ മുന്നേ ഞാനൊരു ടു ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അതായത് ടു ഗോ, ടു കം, ടു റീഡ്. അപ്പൊ ഇത്തരത്തിലുള്ള വേർഡ്സിന് അല്ലെങ്കിൽ ഇൻഫിനിറ്റീവ്സിന് ഞാൻ പറയും ടു ഇൻഫിനിറ്റീവ്സ് എന്ന്. ഓക്കെ, സോ ഇൻഫിനിറ്റീവ്സ് ടു ടൈപ്സ് ഉണ്ട്, ബെയർ ഇൻഫിനിറ്റീവ്സും പിന്നെ ടു ഇൻഫിനിറ്റീവ്സും. ഓക്കെ, ഈ ബെയർ ഇൻഫിനിറ്റീവ്സ് എന്ന് പറയുന്നത് വേർബിന്റെ V1 ഫോമിനെയാണ്, അതായത് ഗോ, കം, റീഡ് ഇത്തരത്തിലുള്ള ഫസ്റ്റ് ഫോമിനെയാണ്. ടു ഇൻഫിനിറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇൻഫിനിറ്റീവ്സ് അല്ലെങ്കിൽ വേർബിന്റെ V1 ഫോമിന്റെ കൂടെ ഒരു ടൂവും കൂടെ ഉണ്ടെങ്കിൽ നമ്മളിതിന് ടു ഇൻഫിനിറ്റീവ് എന്ന് പറയുന്നു. ഈ ടു ഇൻഫിനിറ്റീവും ബെയർ ഇൻഫിനിറ്റീവും എവിടെയൊക്കെ എങ്ങനെയൊക്കെ ആഡ് ചെയ്യുന്നു അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ നമുക്ക് ബെയർ ഇൻഫിനിറ്റീവിനെ എടുക്കാം. ഇപ്പൊ നമ്മുടെ ഓക്സിലറി വേർബ്സ് ഉണ്ടല്ലോ, അതായത് വിൽ, വുഡ്, ക്യാൻ, കുഡ്, ഷാൽ, ഷുഡ്, പിന്നെ മേ, മൈറ്റ്, മസ്റ്റ്, നീഡിൻ, ഡെയറിൻ, ഡു, ഡസ്, ഡിഡ് ഇത്തരത്തിലുള്ള വേർഡ്സിന്റെ ഒക്കെ കൂടെ അല്ലെങ്കിൽ ഓക്സിലറി വേർബ്സിന്റെ ഒപ്പം വരുന്ന ഇൻഫിനിറ്റീവ്സ് എന്ന് പറയുന്നത് ബെയർ ഇൻഫിനിറ്റീവ്സ് ആണ്. ഓക്കെ, ഈ ഓക്സിലറി വേർബ്സിന്റെ ഒപ്പം വരുന്ന ഇൻഫിനിറ്റീവ്സ് ഏതായിരിക്കും? ബെയർ ഇൻഫിനിറ്റീവ്സ് ആണ്. അവിടെ നമുക്ക് ടു ഇൻഫിനിറ്റീവ്സ് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. ഫോർ എക്സാമ്പിൾ, ഐ വിൽ നോട്ട് ലെറ്റ് യു ഗോ. ഓക്കെ, ഐ വിൽ നോട്ട് ലെറ്റ് യു ഗോ. ഇവിടെ ഗോ അല്ലേ നമ്മൾ യൂസ് ചെയ്തത്, വേർബിന്റെ V1 ഫോം ആണ് ഇവിടെ ഉപയോഗിച്ചത്. എന്തുകൊണ്ടാണ്? ഇവിടെ നമ്മുടെ ഓക്സിലറി വേർബായ എന്തുണ്ട്? വില്ലുണ്ട്. ഓക്കെ, അത് മനസ്സിലായില്ലേ? നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഹാഡ് ബെറ്റർ, ഹാഡ് റാദർ, റാദർ ദാൻ, സൂണർ ദാൻ ഇത്തരത്തിലുള്ള വേർഡ്സിന്റെ ഒക്കെ കൂടെ നമുക്ക് ബെയർ ഇൻഫിനിറ്റീവ് തന്നെ വേണം യൂസ് ചെയ്യാനായിട്ട്. ഫോർ എക്സാമ്പിൾ, യു ഹാഡ് ബെറ്റർ ആസ്ക് പെർമിഷൻ. ഓക്കെ, യു ഹാഡ് ബെറ്റർ ആസ്ക് പെർമിഷൻ. ഇവിടെ ആസ്ക് എന്നുള്ള വേർബ് V1 ഫോമിലല്ലേ കിടക്കുന്നത്, അതായത് ഇത് എന്താണ്? ഒരു ബെയർ ഇൻഫിനിറ്റീവ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബെയർ ഇൻഫിനിറ്റീവിന്റെ ഭാഗം. പിന്നെ ഒരു സെറ്റ് ഓഫ് ഇതും കൂടെ വരുന്നുണ്ട്, അതായത് ബിഡ്, ബിഹോൾഡ്, ഫീൽ, ഫൈൻഡ്, ഹിയർ, ലെറ്റ്, സീ, വാച്ച് ഇങ്ങനത്തെ കുറച്ച് സെറ്റ് ഓഫ് വേർഡ്സ് ഉണ്ട്. അപ്പം ഇത്തരത്തിലുള്ള വേർഡ്സിന്റെ കൂടി നമ്മൾ എന്താണ് ഉപയോഗിക്കുക? ബെയർ ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ലെറ്റ് ഹിം സിറ്റ് ഹിയർ. ഓക്കെ, ലെറ്റ് ഹിം സിറ്റ് ഹിയർ. ലെറ്റ് ഇവിടെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഇവിടെ എന്ത് ആഡ് ചെയ്തു? ലെറ്റ് ഹിം സിറ്റ്. V1 ഫോം ആണ് അല്ലെ, അതായത് നമ്മുടെ ബെയർ ഇൻഫിനിറ്റീവ് ആണ് ഞാനിവിടെ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇത്തരം സെറ്റ് ഓഫ് വേർഡ്സിന്റെ കൂടി നമ്മൾ എന്ത് ഉപയോഗിക്കണം? ബെയർ ഇൻഫിനിറ്റീവ് യൂസ് ചെയ്യണം. ഓക്കെ, അത് മനസ്സിലായി. സോ നെക്സ്റ്റ് നമുക്ക് ടു ഇൻഫിനിറ്റീവ്സ് എവിടെയൊക്കെ വരുന്നു നോക്കാം. ഇപ്പൊ ഞാനൊരു സെന്റൻസ് ഇവിടെ പറയാണ്, ഐ വോണ്ട് ടു ഗോ. ഓക്കെ, ഐ വോണ്ട് ടു ഗോ അവിടെ കിടക്കട്ടെ. ഐ ഡോണ്ട് വോണ്ട് ടു ഗോ. ഡു യു വോണ്ട് ടു ഗോ? ഈ മൂന്ന് സെന്റൻസ് നിങ്ങൾ നോക്കിയില്ലേ? ഇതെന്നെ എനിക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ? ഐ വോണ്ട് ഗോയിങ്, അല്ലെങ്കിൽ ഐ ഡോണ്ട് വോണ്ട് ഗോയിങ്, അല്ലെങ്കിൽ ഡു യു വോണ്ട് ഗോയിങ് ഇങ്ങനെ നമ്മൾ പറയില്ല. എപ്പോഴും നമ്മൾ ഫസ്റ്റ് ഞാൻ പറഞ്ഞ ആ സെറ്റ് ഓഫ് സെന്റൻസ് ആണ് എപ്പോഴും പറയുള്ളൂ. അതായത് ഐ വോണ്ട് ടു ഗോ അല്ലെങ്കിൽ ഡു യു വോണ്ട് ടു ഗോ അങ്ങനെയല്ലേ നമ്മൾ പറയാം. അപ്പൊ ഇത് എന്തുകൊണ്ടാണ്? വാണ്ട് എപ്പോ വന്നാലും അവിടെ ടു ഇൻഫിനിറ്റീവ് ആണ് വരിക. ഓക്കെ, വാണ്ട് എപ്പോ വന്നാലും എന്താണ് വരിക? അവിടെ ടു ഇൻഫിനിറ്റീവ് ആണ് വരിക. അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ തന്നിരിക്കുന്ന സെറ്റ് ഓഫ് വേർഡ്സ് ഇല്ലേ, ഇതിന്റെ കൂടി നമ്മൾ എപ്പോഴും ടു ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, അറ്റംപ്റ്റ്, അപ്പിയർ, ക്ലെയിം, കൺസെന്റ്, സീം, വിഷ്. സോ ഇത്തരത്തിലുള്ള വേർഡ്സിന്റെ ഒക്കെ കൂടെ എപ്പോഴും ടു ഇൻഫിനിറ്റീവ് തന്നെയാണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, മൈ ഫാദർ ഹാസ് ഗിവൺ മീ ഹിസ് കൺസെന്റ് ടു മാരി ഹെർ. ഓക്കെ, ടു മാരി വേർബിന്റെ കൂടെ എന്താണുള്ളത്? ടു ആണുള്ളത്. സോ ഇത് എന്താണ്? ഒരു ടു ഇൻഫിനിറ്റീവ് ആണ്. അത് മനസ്സിലായില്ലേ? സോ ഇത്തരത്തിലുള്ള വേർഡ്സിന്റെ കൂടെ നമ്മൾ എന്ത് ആഡ് ചെയ്യണം? ടു ഇൻഫിനിറ്റീവ് ആഡ് ചെയ്യണം. നെക്സ്റ്റ് വൺ ആണ് യൂസ്ഡ് ടു. യൂസ്ഡ് ടു നമ്മുടെ ഒരു സെന്റൻസിൽ ഉണ്ടെങ്കിൽ അവിടെ എപ്പോഴും നമ്മൾ ബെയർ ഇൻഫിനിറ്റീവ് ആണ് ആഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ,
I used to stay at my uncle's house when I was in Delhi. ഇവിടെ യൂസ് ടു മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് എനിക്ക് V1 ഫോം ആയിട്ടുള്ള സ്റ്റേ ആഡ് ചെയ്യാം, വിച്ച് ഇസ് എ ബെയർ ഇൻഫിനിറ്റീവ് അല്ലേ, ഒരു കുഴപ്പമില്ല. ബട്ട് നമ്മുടെ യൂസ് ടുവിന്റെ മുന്നേ നമ്മുടെ ഓക്സിലറി വേർബ്സ് ആയിട്ടുള്ള ഈസോ, ആറോ, ആമോ, വാസോ, വേറോ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ നമ്മുടെ വേർബിന്റെ ഫോം എപ്പോഴും വേർബ് പ്ലസ് ING ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, he is used to visiting Taj Mahal when he comes to Delhi. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്താ വ്യത്യാസം വന്നത്? അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സെന്റൻസിൽ I used to stay at my uncle's house when I was in Delhi. ഇവിടെ തന്നിരിക്കുന്ന ആ ഫസ്റ്റ് സെന്റൻസിൽ യൂസ് ടു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്റെ വേർബ് ആയിട്ടുള്ള ബെയർ ഇൻഫിനിറ്റീവിനെ ഞാൻ അങ്ങനെ തന്നെ ഇട്ടു, അത് സ്റ്റേ എന്ന് പറയുന്ന ഫസ്റ്റ് ഫോമിൽ ഞാൻ ഇട്ടു. ബട്ട് ഇവിടെ സെക്കൻഡ് സെന്റൻസിലേക്ക് നമ്മൾ വന്നപ്പോ യൂസ് ടുവിന്റെ മുന്നേ നമ്മുടെ ഓക്സിലറി വേർബ് ആയിട്ടുള്ള ഈസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ വേർബ് എന്തായിരിക്കും? നമ്മുടെ വേർബ് ആയിട്ടുള്ള വിസിറ്റ് എന്ന് പറയുന്നത് നമ്മൾ എഴുതുമ്പോൾ ING ഫോമിൽ വേണം എഴുതാനായിട്ട്, വിസിറ്റ് പ്ലസ് ING. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. സോ യൂസ് ടു വരുമ്പം ഈ ഒരു ചെറിയ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റീവ്സ്, ബെയർ ഇൻഫിനിറ്റീവ്സും ടു ഇൻഫിനിറ്റീവ്സും ഇത്തരം സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അത് മനസ്സിലായില്ലേ? സോ നെക്സ്റ്റ് നമുക്ക് ജെറണ്ട് എന്താന്നുള്ളത് നോക്കാം. ജെറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർബ് പ്ലസ് ING ഫോമിനെയാണ് നമ്മൾ ജെറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ, റീഡിങ്, റൈറ്റിംഗ്, ഡാൻസിങ്. ഓക്കെ, വേർബ് ആയിട്ടുള്ള റീഡിന്റെ ഒക്കെ കൂടെ ഒരു ING കൂടെ ആഡ് ചെയ്തു, ഡാൻസിന്റെ കൂടെ ഒരു ING ആഡ് ചെയ്തു. ഇത്തരത്തില് വേർബ്സിന്റെ കൂടെ ING ആഡ് ചെയ്യുന്ന ഫോമിനെയാണ് നമ്മൾ ജെറണ്ട് എന്ന് പറയുന്നത്. സോ ഈ ജെറണ്ട് എവിടെയൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മുടെ സെന്റൻസിൽ ഇറ്റ് ഇസ് നോ യൂസ് എന്നോ അല്ലെങ്കിൽ ഡു യു മൈൻഡ് എന്നോ അല്ലെങ്കിൽ ലുക്ക് ഫോർവേഡ് ടു എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിനുശേഷം ജെറണ്ട് ഉപയോഗിക്കാം. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഇസ് നോ യൂസ് ഫോണിങ് ഹിം. ഇറ്റ് ഇസ് നോ യൂസ് ഫോണിങ് ഹിം. വെർബ് പ്ലസ് ING ഫോം ആണ് നമ്മളിവിടെ ആഡ് ചെയ്തത്. പിന്നെ ഡു യു മൈൻഡ് ഗിവിംഗ് എ ഗ്ലാസ് ഓഫ് വാട്ടർ. ഗിവിംഗ്, ഗിവ് പ്ലസ് ING ആണ് നമ്മളിവിടെ ആഡ് ചെയ്തത്. ഓക്കെ, പിന്നെ തന്നിരിക്കുന്ന ഈ സെറ്റ് ഓഫ് വേർഡ്സ് ഉണ്ടല്ലോ, ഇതിന്റെ കൂടെയും നമ്മൾ എപ്പോഴും ജെറണ്ട് ആണ് ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, അലി എൻജോയ്സ് റീഡിംഗ് ബുക്ക്. ഓക്കെ, റീഡിംഗ് ഇവിടെ ഒരു ജെറണ്ട് ആണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായില്ലേ? ഈ ഒരു എക്സെപ്ഷൻ ഉള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ വിത്ത് എ വ്യൂ എന്നോ അല്ലെങ്കിൽ ലുക്ക് ഫോർവേഡ് മാത്രമാണ് നമ്മുടെ സെന്റൻസിൽ കൊടുത്തിട്ടുള്ളത് എങ്കിൽ നമ്മൾ എന്ത് ആഡ് ചെയ്യും? ടു പ്ലസ് ജെറണ്ട് ആണ് ആഡ് ചെയ്യുക. അതായത് ടു പ്ലസ് വെർബ് പ്ലസ് ING. ഓക്കെ, ജെറണ്ടിന്റെ മുന്നൊരു ടു നമ്മൾ ആഡ് ചെയ്യണം. ഇപ്പൊ വിത്ത് എ വ്യൂ അല്ലെങ്കിൽ ലുക്ക് ഫോർവേഡ് ഒക്കെയാണ് തന്നിരിക്കുന്നതെങ്കിൽ സെന്റൻസിൽ. ഫോർ എക്സാമ്പിൾ, I have done this with a view to helping her. To helping her. ഓക്കെ, അത് മനസ്സിലായില്ലേ? ഇതാണ് ജെറണ്ട് എന്ന് പറയുന്ന സംഭവം. സോ ഇപ്പൊ നിങ്ങൾക്ക് എന്താണ് ജെറണ്ട് എന്നും എന്താണ് ഇൻഫിനിറ്റീവ്സ് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ ആണ്, you had better dash a doctor. ഓപ്ഷൻസ് ഉണ്ട്, consult, to consult, consulting, none of these. എന്താണ് വരിക ഇവിടെ? you had better എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. had better എന്ന് വന്ന എപ്പോഴും എന്താണ് വരിക? ബെയർ ഇൻഫിനിറ്റീവ് ആണ് വരിക. ബെയർ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതായത് വേർബിന്റെ V1 ഫോം. സോ ഇവിടെ എന്താണ് ആൻസർ വരിക? കൺസൾട്ട് ആണ് ആൻസർ വരിക. ഓക്കെ, നെക്സ്റ്റ് വൺ, please stop dash, you are disturbing the others in the library. Options: talk, talking, to talk, have talking. ഏതാ വരിക? Please stop dash, you are disturbing the others in the library. Okay, please stop. സ്റ്റോപ്പിന് ശേഷം എന്താണ് എപ്പോഴും വരിക? ഞാൻ നേരത്തെ ടേബിൾ കാണിച്ചു, അതിലുള്ള വേർഡാണ് സ്റ്റോപ്പ്. സോ സ്റ്റോപ്പിന് ശേഷം എപ്പോഴും ജെറണ്ട് ആണ് വരുന്നത്. ജെറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? വേർബ് പ്ലസ് ING ഫോം ആണ് വരിക. സോ ഇവിടെ ഏതാണ് വരിക? ടോക്കിംഗ് ആണ് വരിക. ഓക്കെ, നെക്സ്റ്റ് വൺ, I look forward dash from you. I look forward dash from you. ഇപ്പൊ ഇതിലെ ഓപ്ഷൻസ് ഉള്ളത് ഹിയറിംഗ്, ടു ഹിയറിംഗ്, ഹാവ് ഹിയറിംഗ്, നൺ ഓഫ് ദീസ്. ഏതാണ് വരിക? ലുക്ക് ഫോർവേഡ് ടു എന്നാവുമ്പം നമ്മൾ ജെറണ്ട് മാത്രമാണ് ഉപയോഗിച്ചാൽ മതി. ഇവിടെ ലുക്ക് ഫോർവേഡ് മാത്രമാണ് കൊടുത്തിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ എന്താ പറഞ്ഞത് ഞാൻ? വിത്ത് എ വ്യൂ എന്നോ അല്ലെങ്കിൽ ലുക്ക് ഫോർവേഡ് ആണ് നമ്മുടെ സെന്റൻസിൽ ഉള്ളതെങ്കിൽ നമ്മൾ ടു പ്ലസ് ജെറണ്ട് ആണ് ആഡ് ചെയ്യേണ്ടത് അല്ലേ? അപ്പൊ ഇവിടുത്തെ ജെറണ്ട് എന്ന് പറയുന്നത് ഹിയറിംഗ് ആണ്. അപ്പൊ ഹിയറിംഗിന്റെ മുന്നേ എന്ത് വേണം? ടു വേണം.
സോ ഇവിടുത്തെ ആൻസർ വരുന്നത് ടു ഹിയറിംഗ് ആണ്. സോ ഇതാണ് കുറച്ച് ക്വസ്റ്റ്യൻസ്. സോ നിങ്ങൾക്ക് ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മോർ ക്വസ്റ്റ്യൻസിനും മോർ ഇൻഫോർമേഷൻസിനും ഒക്കെ വേണ്ടിയിട്ട് www.keralaacademy.in സന്ദർശിക്കുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.